യു നോ വാട്ട്? സത്യം പറഞ്ഞാലേ ഊബർ ഓടിക്കാനായിട്ട് ഒരു ടൊയോറ്റ കൊറോള വാങ്ങിക്കാനായിരുന്നു ആദ്യം എൻ്റെ പ്ലാൻ. ഫൈനാൻസ് പേയ്മെന്റ്സ് ഒരു മാസം $300 ആണ് എനിക്ക് കോട്ട് വന്നത്. ഇൻഷുറൻസ് ഞാനൊരു ന്യൂ ഡ്രൈവർ ആയിരുന്നത് കൊണ്ട് എനിക്ക് നിയർലി $400 കോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3000 to 4000 കിലോമീറ്റേഴ്സ് ഒരു മാസം ഓടുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പുട്ട് ഇൻ എ ഫ്യൂൽ ഓഫ് അറൌണ്ട് $500 to $600 ഓൺ ആവറേജ്. കമ്പയറിംഗ് ടു ടെസ്ല, മന്ത്ലി ഫൈനാൻസ് പേയ്മെന്റ് $750 അപ്രോക്സിമേറ്റ്ലി വന്നിരുന്നു. ഇൻഷുറൻസ് സർപ്രൈസിംഗ്ലി ഒരു $35 വ്യത്യാസമേ ടെസ്ലയ്ക്കുള്ളൂ. ഒരു 5000 കിലോമീറ്റേഴ്സ് ഒരു മാസം ഓടിയാലും ഫ്യൂവൽ കോസ്റ്റ് വുഡ് ബി ലെസ് ദാൻ $100. അപ്പോൾ ഐ തോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഓണിംഗ് എ കൊറോള ഐ ക്യാൻ ഓൺ എ ടെസ്ല. ഒരു കൊറോള ആയിരുന്നെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് $35,000 തീരുമായിരുന്നു. ടെസ്ലയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് $60,000 ആണ്. 2024 ഞാൻ $36,000 ആണ് ഏൺ ചെയ്തത്. 2025 $30,000 ആണ് ഞാൻ ഏൺ ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2 ഇയേഴ്സിൽ ഞാൻ ബ്രേക്ക് ഈവൺ ആയി. ബ്രേക്ക് ഈവൺ അല്ല, ഞാൻ ഒരു $6,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. കൊറോളയിൽ കിട്ടാത്ത ചില ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടെസ്ലയ്ക്കുണ്ട്. ട്രിപ്സ് ലൈക്ക് ഊബർ കംഫർട്ട്, ഊബർ പ്രീമിയർ, ഊബർ ബിസിനസ് പ്രീമിയർ, ഊബർ ഇലക്ട്രിക് കംഫർട്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫെയറുകൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 20% എക്സ്ട്രാ ഇൻകം ഞാൻ ഇലക്ട്രിക് കാർ വെച്ച് ഏൺ ചെയ്തിട്ടുണ്ട്. ഐ സ്റ്റിൽ വുഡ് ഹാവ് ബ്രോക്ക് ഈവൻ ഓൺ എ കൊറോള. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. മൈ റെക്കമെൻഡേഷൻ ഇസ്, ഒരു മാസം 1000 കിലോമീറ്ററിൽ താഴെയാണ് നിങ്ങളുടെ വണ്ടി ഓടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഗ്യാസ് കാർ ആണ് ലാഭം. 1000 കിലോമീറ്റേഴ്സിന് മുകളിൽ ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു കൺസിഡർ ബൈങ് എൻ ഇ വി.